നിങ്ങളെല്ലാവരും വന്ന് ഈ സിനിമ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളെ എൻകറേജ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് പറയണം ഈ സിനിമയെ പറ്റി. ആൻഡ് ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, മിഥുൻ ചേട്ടനെ ആരും പറഞ്ഞില്ല. മിഥുൻ ചേട്ടൻ ഞങ്ങൾക്ക് എപ്പോഴും ആക്ടിങ്ങിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ബാക്ക് ബോണാണ് മിഥുൻ ചേട്ടൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി തിരിച്ച് വീട്ടിൽ പോകാനുള്ള സമയം എന്നറിയാം. പണം കണ്ടവരോട് ചോദിക്കും. കുറച്ച് ബാക്ക് കൊടുക്കും. അശ്വിനോട് കൊടുക്കാൻ ഷോ ചെയ്യണം. മറഞ്ഞു നിൽക്കണം. എന്നോട് നിൽക്കാൻ പറയുന്നത് മറഞ്ഞു നിൽക്കാൻ പറയുന്നു. അശ്വിനോട് പോയി അശ്വിൻ 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 മാത്രമല്ല ക്രിഞ്ച് കൂടെ മുളച്ചിട്ടുള്ള വീതി ഫസ്റ്റ് ഡേ എനർജി കാണുമ്പോ അറിയാം. കറക്റ്റാ. പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സിനിമകൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് മലയാള സിനിമയ്ക്ക് ഭയങ്കര ഗുണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇതൊരു വൻ ബഡ്ജറ്റ് പടമൊന്നുമല്ല, പക്ഷേ എന്നാൽ എല്ലാ തരത്തിലുള്ള ചേരുവകളും ചേർത്ത് വളരെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പടമാണ്. ഇതിനകത്ത് നിന്ന് വന്നിട്ടുള്ള മെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നാൽ നമ്മളൊരു പ്രീച്ചി സ്വഭാവത്തിൽ പോയിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വരിക എന്നുള്ളതും ഞാൻ പറഞ്ഞില്ല. മാത്രമല്ല, ഇതിനിപ്പോ ഏത് കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാവുന്ന ഒരു സബ്ജക്റ്റുമാണ്. അത് അസലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അസലായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്, അസലായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അസലായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പ്രിൻസിപ്പളും നന്നായിരുന്നു. ഇവര് പറയട്ടെ. അവരുടെ സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കും, സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? അവരോട് കൂടി കണ്ടപ്പോൾ അവർ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് അവരെല്ലാം വളരെ സൈലന്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് മീര പറഞ്ഞ പോലെ ക്ലാപ്പ് കിട്ടുക എന്നുള്ളത് ഭയമായിട്ടുള്ള ഒരു കാര്യമാണ്. So that is not very close to these two. Everybody, it's a teamwork. ഇതൊരു teamwork ആണ്. എങ്ങനെയുള്ള അശ്വിനായിട്ടുള്ളൊരു കോംബോ പയ്യൻ പൊളിച്ചില്ലേ? He's an excellent performer. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, പാഷനറ്റ് ആണ്. അശ്വിന്റെ പാഷൻ കാണുമ്പോൾ എനിക്ക് പോരെന്ന് തോന്നുന്നു. വെരി ടാലന്റ്. പഴയൊരു നീരാജാസ്മിനെ തെറ്റിച്ച് കിട്ടിയ പ്രഷർ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല പറയണേ, പഴയതിനേക്കാൾ മികച്ച അശ്വിൻ എന്താണ് പറയുന്നത്? സന്തോഷം. കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഈ ഒരു റിയാക്ഷന് വേണ്ടി ആൾക്കാരുടെ അത് ഭയങ്കരമായിട്ട് കിട്ടുന്നതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് തിയേറ്ററിന്റെ പോസിറ്റീവ് നമുക്ക് അറിയാൻ നോക്കും. നമ്മൾ ഒരു തിയേറ്ററിൽ ഒരു ആൾക്കാരുടെ മാത്രം റിയാക്ഷൻ ആയിരുന്നു. നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാം എടുക്കാൻ വേണ്ടി എല്ലായിടത്തും നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മൾ വിളിച്ചപ്പോൾ രാവിലെ വന്നായിരുന്നു. സാർ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ഇപ്പോൾ റിവ്യൂ രാവിലെ മുതൽ നല്ല റിവ്യൂ വരുന്നത്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ്. മാത്രമല്ല നമുക്ക് കണക്ഷൻ വൈസ് ഓൾസോ ഇറ്റ് ഇസ് ഇംപ്രൂവിങ് എവറി ടൈം. അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത്
ശരിയോ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. സോ അത് വളരെ മനോഹരമായിട്ട് നടന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കരമുള്ള സന്തോഷവും അത് പ്രേക്ഷകർ നന്നായിട്ട് അതിനെ ഏറ്റെടുത്തു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അത് വീണ്ടും വീണ്ടും പടരട്ടെ, പടർന്ന് പന്തലിക്കട്ടെ, വലിയൊരു ബമ്പർ ഹിറ്റായിട്ട് മാറട്ടെ. അത് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മളതാ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമേ വലിയ നന്ദി. നിങ്ങളാണ് ഇപ്പോൾ ഇത് എല്ലായിടത്തോട്ട് എത്തിക്കുന്നത്. ഞാൻ പറയുന്നത് കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക, പറയുക എന്നുള്ളതാണ്. നമുക്ക് കുറ്റം പറയാനാണ് ഏറ്റവും എളുപ്പം. ഏറ്റവും ഉണ്ടെങ്കിൽ ഈ പടത്തിനും കിട്ടുന്നത്, ഇന്ന് ഏതാണ്ട് 6 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പടത്തിനും നല്ല വിജയം വരട്ടെ. ഞാൻ പറയുന്നത്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. ചിലപ്പോൾ ലൈക്കിന്റെ എണ്ണം കുറഞ്ഞെന്ന് വരും, പക്ഷെ എന്നാലും എത്തേണ്ടത് എത്തും. അതാണ്. പിന്നെ വേറൊരാളെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ എല്ലാ എനർജിയിൽ ഏറ്റവും സീനിയർ മുസ്ലിം മനുഷ്യൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അശോകേട്ടനാണ്. അത് പറഞ്ഞേ മതി. ഐ തിങ്ക് അശോകനൊക്കെ നമ്മൾ വളരെ കാലം കണ്ട ആക്ടറാണ്. സോ യെസ് ദാറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വളരെ വ്യത്യസ്തമായ റോളുകൾ ചെയ്താണ്. അപ്പോൾ പുള്ളിയുടെ